all, welcome to Prepwise UG Plus. Target TISS 2023 സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. TISS 2018 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പാർട്ട്. സോ ഐ ഹോപ്പ് യു ഓൾ ആർ റെഡി. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാസേജ് ക്വസ്റ്റ്യൻ ആണ്. സോ ഐ വിൽ റീഡ് ദിസ് പാസേജ്, അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. To those who do listen, the desert speaks of things with an emphasis quite different from that of the shore, the mountain, the valley, or the plains. Whereas these invite action and suggest limitless opportunity and exhaust less resources, the implications and the mood of the desert are something different. For one thing, the desert is conservative and not radical. It is more likely to provide awe than to invite conquest. The heroism which it encourages is the heroism of endurance, not that of conquest. It brings man up against this limitation, turns him up on himself, and suggests values which more intelligent regions suppress. Sometimes it includes contemplation in men who have never contemplated before, and of all the answers to the question, what is a desert good for? Contemplation is perhaps the best. സോ ഇതാണ് പാരഗ്രാഫ്. കൂടുതൽ ഡെസേർട്ടിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. നമുക്കിതിനെ ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് അതിൻ്റെ ആൻസറും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇൻ ഓർഡർ ടു റിസീവ് ദ ഡെസേർട്ട്സ് മെസ്സേജ് ദ ബിഹോൾഡർ നീഡ്സ് ടു ബി ഓപ്ഷൻ എ ഗുഡ് ലിസണർ, ഓപ്ഷൻ ബി കറേജിയസ് ഇൻ ഹിസ് റിയാക്ഷൻ, ഓപ്ഷൻ സി റിഫ്ലക്റ്റീവ് ബൈ നേച്ചർ, ഓപ്ഷൻ ഡി കൺസർവേറ്റീവ് ഇൻ ഹിസ് റെസ്പോൺസസ്. സോ ഒരു ഡെസേർട്ടിൻ്റെ മെസ്സേജ് റിസീവ് ചെയ്യാൻ വേണ്ടി ഇത് കാണുന്ന ബിഹോൾഡർ എന്തായിത്തീരണം? ഒരു ഗുഡ് ലിസണർ ആണോ, അല്ലെങ്കിൽ കറേജിയസ് ആണോ, റിഫ്ലക്റ്റീവ് ആണോ, അതോ കൺസർവേറ്റീവ് ആണോ? നമുക്കിതിൽ കുറേ കാര്യത്തിൽ ഇതിലൊരു ഓവറോൾ ഐഡിയ തരുന്നത് എന്താണെന്ന് വെച്ചാൽ, റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടംപ്ലേഷൻ അങ്ങനെ പല രീതിയിലും പറയുന്നുണ്ട്. അപ്പം ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആയ റിഫ്ലക്റ്റീവ് ബൈ നേച്ചർ ആണ്. അതായത് ഡെസേർട്ടിന്റെ മെസ്സേജ് റിസീവ് ചെയ്യാൻ ദ ബിഹോൾഡർ നീഡ്സ് ടു ബി റിഫ്ലക്റ്റീവ് ബൈ നേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രേസ് ഇറ്റ് ബ്രിങ്സ് മാൻ അപ്പ് അഗെയിൻസ്റ്റ് ദിസ് ലിമിറ്റേഷൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ്. ഇതിൽ ഈ ഫ്രേസിൽ ഇറ്റ് ബ്രിങ്സ് മാൻ അപ്പ് അഗെയിൻസ്റ്റ് ദിസ് ലിമിറ്റേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസിൽ നോക്കിയിട്ട്. ഓപ്ഷൻ എ, മാൻ ഫീൽസ് ഹോപ്പ്ലെസ് അബൌട്ട് ഹിസ് ലിമിറ്റേഷൻസ്. Option B, man is made aware of his limitations. Option C, man is persuaded to overcome his limitation. Option D, man is compelled to fight against his limitation. So ഇതിൽ ഏതായിരിക്കും ആൻസർ? അതിൽ പറയുന്നുണ്ട് നമുക്ക് ഇതിലൊക്കെ heroism which it encourages is the heroism of endurance, not that of conquest. It brings man up against this limitation, turns him upon himself. ഇതുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മാൻ ഈസ് മെയ്ഡ് അവെയർ ഓഫ് ഹിസ് ലിമിറ്റേഷൻ. അതായത് ഇതിൽ മാൻ്റെ ലിമിറ്റേഷനെ പറ്റിയിട്ട് അറിയിക്കുകയാണ് ഈ ഒരു ഫ്രേസിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആയ മാൻ ഈസ് മെയ്ഡ് അവെയർ ഓഫ് ഹിസ് ലിമിറ്റേഷൻസ് ആണ് ആൻസർ. ദ ഡെസേർട്ട് ഈസ് യുണീക്ക് എമംഗ് ലാൻഡ്സ്കേപ്സ് ഇൻ ദാറ്റ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഡാഷ്. അപ്പോൾ മറ്റു ലാൻഡ്സ്കേപ്സിൽ നിന്ന് ഡെസേർട്ട് യുണീക്ക് ആവാനുള്ള കാരണം എന്താ? പാസേജ് മൊത്തം വായിച്ചിട്ട് എന്താണ് തോന്നുന്നത്? അത് ഓപ്ഷൻ എ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണോ? ഓപ്ഷൻ ബി ജഡ്ജ്മെന്റൽ, ഓപ്ഷൻ സി അഡ്വെഞ്ചറസ്, ഓപ്ഷൻ ഡി കൺവെൻഷണൽ. സോ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആയ കോൺസ്റ്റന്റ് ആണ്. സോ ഡെസേർട്ട് ഈസ് റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് അൺലൈക്ക് അതർ ലാൻഡ്സ്കേപ്സ്. The writer calls the desert conservative rather than radical because it provides an environment that dash. Option A, inspires one to test one's endurance. Option B, makes one gloomy. Option C, inspires man to explore it. Option D, offers unlimited opportunity to conquer it. ഇപ്പോൾ റൈറ്റർ ഡെസേർട്ടിനെ കൺസർവേറ്റീവ് അല്ലാതെ റാഡിക്കൽ ആണെന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇതിൽ പറയുന്നുണ്ട്, ദ ഡെസേർട്ട് ഈസ് കൺസർവേറ്റീവ് ആൻഡ് നോട്ട് റാഡിക്കൽ. ഇറ്റ് ഈസ് മോർ ലൈക്ലി ടു പ്രൊവൈഡ് ഓ ദാൻ ടു ഇൻവൈറ്റ്. ദ ഹീറോയിസം വിച്ച് ഇറ്റ് എൻകറേജസ് ഇസ് എ ഹീറോയിസം ഓഫ് എൻഡ്യൂറൻസ്. സോ എന്താണ് ആൻസർ? എൻഡ്യൂറൻസ് വരുന്നുണ്ട്.
So the answer is inspires one to test one's endurance. ഇതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. So option A is the answer. Next question. If one responds with insight to the mood of the desert, it evokes. എന്താണ് നമ്മൾ ഡെസേർട്ടിൻ്റെ മൂഡിനനുസരിച്ചാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ഇമോഷൻസ് ആയിരിക്കും കൊണ്ടുവരുന്നത്? ഓപ്ഷൻ എ ഇൻറ്റൻസ് കോൺഫ്ലിക്റ്റ്, ഓപ്ഷൻ ബി ഡീപ്പ് തോട്ട്ഫുൾനെസ്, ഓപ്ഷൻ സി ഹീറോയിക് കോൺക്വസ്റ്റ്, ഓപ്ഷൻ ഡി റിസോഴ്സ്ഫുൾനെസ്. ഇതിലേതായിരിക്കും? കൂടുതൽ നമ്മളിതിൽ കണ്ടു തോട്ട് അല്ലെങ്കിൽ കണ്ടംപ്ലേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നു, റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളതൊക്കെ. ഹീറോയിക് കോൺക്വസ്റ്റ് ഒന്നും അല്ലാന്ന് ഒബ്വിയസ്ലി അതിൽ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആയ ഡീപ്പ് തോട്ട്ഫുൾനെസ് ആണ് ആൻസർ. അടുത്തതും ഒരു പാസേജ് ആണ്. ഈ പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. നമ്മൾ ഇങ്ങനത്തെ പാസേജിലൊക്കെ ഒരു കറക്റ്റ് ആയിട്ടില്ലെങ്കിലും നമുക്ക് ഓവറോൾ വായിച്ചിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഓപ്ഷൻസിൽ ഏറ്റവും ക്ലോസർ ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് പാസേജ് വായിക്കാം. Before the grass has thickened on the roadside verges and leaves have started growing on the trees, it's a perfect time to look around and see just how dirty Britain has become. The pavements are stained with chewing gum that has been spat out, and the gutters are full of discarded fast food cartons. Years ago, I remember traveling abroad and being saddened by the plastic bags, discarded bottles, and soiled nappies at the edge of every road. Nowadays, Britain seems to look at least as bad. What has gone wrong? The problem is that the rubbish created by our increasingly mobile lives lasts a lot longer than before. If it is not cleared up and properly thrown away, it stays in the undergrowth for years. A semi-permanent reminder of what a tatty little country we have now. Firstly, it is estimated that 10 billion plastic bags have been given to shoppers. This will take anything from 100 to 1000 years to rot. However, it is not as if there is no solution to this. A few years ago, the Irish government introduced a tax on non-recyclable carrier bags and in 3 months reduced their use by 90%. When he was a minister, Michael Meacher attempted to introduce a similar arrangement in Britain. The plastic industry protested, of course. However, they need not have bothered. The idea was killed before it could draw breath, leaving supermarkets free to give away plastic bags. What is clearly necessary right now is some sort of combined initiative, both individual and collective, before it is too late. The alternative is to continue sliding downhill until we have a country that looks like a vast municipal rubbish tip. We may well be at a tipping point, yet we know that people respond to their environment. If things around them are clean and tidy, people behave cleanly and tidily. If they are surrounded by squalor, they behave squalidly. Now much of Britain looks pretty squalid. What will it look like in 5 years? ഇതാണ് പാസേജ്. ഇതിൽ നമ്മുടെ ഓതർ ബ്രിട്ടനിലെ അതായത് വളരെ ഗാർബേജൊക്കെ കൂടിക്കിടക്കുന്ന ഉള്ള ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്തൊക്കെ അവസാനം അത് എൻഡ് ചെയ്യുന്നത്, എന്ത് നമുക്ക് ചെയ്യാം, ഒരുമിച്ച് ചെയ്താലേ നമുക്കിത് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെന്താ, എങ്ങനെയാണ് ബ്രിട്ടനിലെ ഒരു ഒരു മിനിസ്റ്റർ ഇതിന് മാറ്റം വരുത്താൻ, അത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊണ്ടുവരാണ്ടിരിക്കാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇറ്റ് ഈസ് ജനറൽ നോളജ് ദാറ്റ് ഓപ്ഷൻ എ പീപ്പിൾ ബിഹേവ് അക്കോർഡിംഗ് ടു വാട്ട് ദേ സീ അറൗണ്ട് ദം. ഓപ്ഷൻ ബി പീപ്പിൾ ആർ ലൈക്ക് എ വാസ്റ്റ് മുനിസിപ്പൽ റബിഷ് ടിപ്പ്. ഓപ്ഷൻ സി പീപ്പിൾ ആർ ക്ലീൻ ആൻഡ് ടൈഡി. ഓപ്ഷൻ ഡി പീപ്പിൾ ആർ സ്ക്വാളിഡ്. ഇതിൽ ഏത് അർത്ഥമാണ് കൊടുക്കുന്നത്? അതായത് പീപ്പിൾ നമ്മൾ ചുറ്റും കാണുന്നതിനനുസരിച്ചാണ് പീപ്പിൾ ബിഹേവ് ചെയ്യുക. അതായത് ചുറ്റും ക്ലീൻ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മളും അതുപോലെ പെരുമാറും, അല്ലെങ്കിൽ ഫുൾ ഡേർട്ടൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ആണ്, അതിനനുസരിച്ച് നമ്മളും ആക്ഷൻസിലൂടെ അത് കാണിക്കും. അതാണോ ഇതിൽ? അല്ലെങ്കിൽ പീപ്പിൾ ആർ ലൈക്ക് എ വാസ്റ്റ് മുനിസിപ്പൽ റബിഷ് ടിപ്പ് ആണോ, അതോ പീപ്പിൾ ആർ ക്ലീൻ ആൻഡ് ടൈഡി ഓർ പീപ്പിൾ ആർ സ്ക്വാളിഡ്? സോ ഇതിൽ ഏതാണ് ആൻസർ? ഇതിൽ ലാസ്റ്റ് പാസേജിൽ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എ ആയ പീപ്പിൾ ബിഹേവ് അക്കോർഡിംഗ് ടു വാട്ട് ദേ സീ അറൗണ്ട് ദം. സോ അതാണ് ആൻസർ. മൈക്കൽ മീച്ചർ മിനിസ്റ്റർ എന്തൊക്കെയാണ് അതിന് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഓപ്ഷൻ എ ഇഷ്യൂഡ് ഓർഡേഴ്സ് ടു ഫോളോ ദ ഐറിഷ് എക്സാമ്പിൾ വിത്ത് എ ടാക്സ് ഓൺ പ്ലാസ്റ്റിക് ബാഗ്സ്. ഓപ്ഷൻ ബി ട്രൈ ടു ഫോളോ ദ ഐറിഷ് എക്സാമ്പിൾ വിത്ത് എ ടാക്സ് ഓൺ പ്ലാസ്റ്റിക് ബാഗ്സ്.
Option C, follow the Irish example with a tax on plastic bags. Option D, question the plastic industry who weren't bothered about the tax. Option A അല്ല, ഇഷ്യൂ ഒന്നും ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, അതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അതുപോലെ ഓപ്ഷൻ സിയിൽ അതുപോലെ തന്നെ ഐറിഷ് എക്സാമ്പിൾ ഫോളോ ചെയ്തിട്ടില്ല. എന്താ ചെയ്തത്? ട്രൈ ചെയ്തു, ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് ഫെയിലായി. അപ്പം ഓപ്ഷൻ ബി ആയ try to follow the Irish example with a tax on plastic bags. Next question. According to the writer, years ago, things used to be option A, the same abroad as compared to Britain, the better abroad as compared to Britain, worse abroad as compared to Britain, worse but now things are better abroad. ഇതിൽ ഏത് കാര്യങ്ങളാണ് പാസേജിൽ പറയുന്നത്? പാസേജിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആദ്യം എബ്രോഡിൽ പോയൊരു ഭയങ്കര മോശമായ ഒരു അനുഭവത്തിനെ പറ്റി പറയുന്നുണ്ട്, എന്നിട്ടാണ് ബ്രിട്ടൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണല്ലോ ഉള്ളത്. അപ്പം അന്നത്തെ വെച്ച് നോക്കുമ്പോൾ എബ്രോഡ് എന്താണ് വേഴ്സ് ആണെന്നുള്ള രീതി, അതായത് വേഴ്സ് എബ്രോഡ് ആസ് കമ്പയർ ടു ബ്രിട്ടൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഫോർ ദ റൈറ്റർ, ദ പ്രോബ്ലം ഈസ് ദാറ്റ് റബ്ബിഷ് ലാസ്റ്റ് ലോങ്ങർ ദാൻ ഇറ്റ് യൂസ് ടു. ഓപ്ഷൻ ബി, ബ്രിട്ടൻ ഇസ് എ ടാറ്റി കൺട്രി. Option C, rubbish is not cleared up. Option D, our society is increasingly mobile. ഇതിൽ ഏതാണ് മെയിൻ പ്രോബ്ലം? ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ മെയിൻ പ്രോബ്ലം എന്താണ്? ഈ പാസേജിൽ ഒരു ഓവറോൾ ആയിട്ടുള്ളത് പറയുന്നത് എന്താണ്? അതായത് ഇതിൽ നമുക്കറിയാം അവിടെ ബ്രിട്ടനിൽ കുറേ ഇതുണ്ട്, പക്ഷെ അതൊക്കെ ഈ ചൂയിങ്കം മറ്റതൊക്കെ അവിടെ തന്നെ കിടക്കുന്നതുകൊണ്ട് അത് ലോങ് ലാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു മൊത്തമായിട്ട് അത് ഒരു ഫുള്ളി ഡേർട്ടായി മാറുകയാണ്. അപ്പം എന്താണ് ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ എ ആയ rubbish last longer than it used to. So idana answer. Next question. The writer thinks option A, we need to work together to solve the problem. Option B, we are at the tipping point. Option C, it is too late to do anything. Option D, there is no alternative. അപ്പോൾ ഇതിൽ ഏത് കാര്യങ്ങളാണ് റൈറ്റർ പറയുന്നത്? റൈറ്റർ ലാസ്റ്റ് പാസേജിൽ പറയുന്നുണ്ട് എന്താണ്, നമ്മൾ കളക്റ്റീവായിട്ട് ഇൻഡിവിജ്വലി അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പായിട്ടും നമ്മൾ ഈ കാര്യത്തിന് ചെയ്യണം. അപ്പം ഏതാണ് ആൻസർ? ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ളത് വി നീഡ് ടു വർക്ക് ടുഗെദർ ടു സോൾവ് ദ പ്രോബ്ലം. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ ദാറ്റ്സ് ഓൾ. ഇന്ന് നമ്മൾ 2 പാസേജ് ചെയ്തു. ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ ഈ സീരീസിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, പാസേജ് ചെയ്യുന്നുണ്ട്, അല്ലാതെ വെർബൽ എബിലിറ്റിയും മറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ സീരീസൊക്കെ കാണുക, എന്നാലും നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പം ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലാണ് നിങ്ങൾക്ക് PG ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് Prepwise UG+ൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം Prepwise UG+, CUET PG, IIT JAM, TISS, CMAT എന്നിവയിൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിലുണ്ടോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. So that's all. Make use of this platform and thank you for watching this video. Bye.